ഇനി ഒരു മുസ്ലിമായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മനുഷ്യൻ ആരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അതല്ല അങ്ങേയറ്റത്തെ ഗുണം നൽകുന്നവനെന്ന നിലക്കുള്ള ബഹുമാനമല്ല, മറിച്ച് അള്ളാഹു കൊടുക്കുന്ന കഴിവുണ്ട്, അള്ള കൊടുക്കുന്ന നന്മയുണ്ട്, അള്ള കൊടുക്കുന്ന പവറുണ്ട് എന്ന നിലക്കുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് അതെല്ലാം കേവലം ബഹുമാനമാണ്, ആരാധനയാകുന്നില്ല. ഇതൊക്കെ സിറാജുല്ലതയിലെ തന്റെ കുട്ടികൾക്ക് ഓതി കൊടുക്കുമ്പോ പറഞ്ഞാൽ മതി. മൈക്ക് കെട്ടി മനുഷ്യന്റെ മുമ്പിൽ പറയും ഇത്തരം വിഡ്ഢിത്തം. സുഹൃത്തുക്കളെ, എന്താ ഇബാദത്തിന് മുൻഗാമികളൊക്കെ നൽകിയ നിർവചനം? നമുക്കിടയിൽ തർക്കമില്ലാത്ത വിഷയമല്ലേ അത്? അഖസാഗായത്തിൽ ഖുദൂഇ വതദല്ലുലി, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം എന്നാണ് എല്ലാ മുഫസ്സിരീകളും അംഗീകരിച്ചിട്ടുള്ളത്. ഇയാൾ അതിനെന്താക്കി? അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബഹുമാനം. അങ്ങനെ ഒരു നിർവചനം മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളാണ് മുൻഗാമികളെ തള്ളിയത്, പാരമ്പര്യമില്ലാത്തവര്, പഴയകാല ഇമാമുകളുടെ നിർവചനത്തെ തള്ളി പുതിയ നിർവചനം ഉണ്ടാക്കിയത് എന്നൊക്കെ ആരോപിക്കുന്ന ഈ മുസ്ലിയാര് സ്വന്തം വക നിർവചനം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഇത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉൾപ്പെടുമെന്നും കൂടിയല്ല പറഞ്ഞത്. അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സാധാരണയായി മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാറുള്ളത്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉൾപ്പെട്ടതാണ് എന്നല്ല ഉപരി പറയുന്നത്. അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുള്ള ബഹുമാനമാകുന്നു ആരാധന എന്ന് ഒരു പുതിയ നിർവചനം അയാൾ അങ്ങോട്ട് ചെയ്തിരിക്കുകയാണ്. മാത്രല്ല, അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന വിനയം മാത്രമേ ആരാധനയാകൂ എന്ന് എവിടുന്ന അയാൾക്ക് കിട്ടിയത്? ഖുർആനിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഏതായത്തിലാ അത് പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് ഇത്രയും കൂടി പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ ആരെയൊക്കെ ബഹുമാനിച്ചാലും അത് ആരാധനയാവൂല. എന്താ കാരണം? അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ, അള്ളാഹു തീരുമാനിക്കാതെ ഇയാൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവുണ്ട്, അള്ളാഹു കൊടുക്കുന്ന പവറുണ്ട് എന്ന നിലക്കാണ് ബഹുമാനിക്കുന്നത്. ഇത് തന്നെയാണ് അബൂജഹലും പറഞ്ഞത്. അബൂജഹൽ പറഞ്ഞതും അബൂഖുർസിയാരുടെ അനുയായി പറയുന്നതും ഇപ്പോൾ ഒന്ന് തന്നെയാണ്. ലാത്തക്കും മുസക്കും സ്വന്തം കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അവർ ചൊല്ലിയ തൽബിയത്ത് അതാ ഇമാം മുസ്ലിം കിതാബുൽ ഹജ്ജിൽ രേഖപ്പെടുത്തുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ ഇതാ വന്നിരിക്കുന്നു, ഞങ്ങൾ ഇതാ ഹാജരായിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇത്രയും ആയപ്പോൾ റസൂലുള്ള പറഞ്ഞു, ജാഹിലി അറബികളോട് പറഞ്ഞു, ഖദിൻ ഖദിൻ, നിർത്തൂ നിർത്തൂ, അത്ര മതി അത്ര മതി. പക്ഷെ അവർ നിർത്തിയില്ല. അവർ വീണ്ടും പറഞ്ഞു, ഇല്ല ശരീകൻ, ഒരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞ ശേഷം ഒരു പങ്കുകാരനുണ്ട്, ഒരു തരം പങ്കുകാരനുണ്ട്, ഹുവലക, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. തംലികുഹു, ആ പങ്കുകാരനെ അല്ലാഹുവേ നീയാണ് ഉടമപ്പെടുത്തുന്നത്. വമാ മലക, ആ പങ്കുകാരൻ എന്തിനെയൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പങ്കുകാര് സ്വതന്ത്ര പങ്കുകാരല്ല, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന അള്ളാഹുവിന്റെ കീഴിലുള്ള പങ്കുകാരാണ്, അള്ളാഹുവിന്റെ അധീനത്തിലുള്ള പങ്കുകാരാണ്. ലാത്തക്കും മുസക്കും സ്വന്തം കഴിവില്ല, അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇതല്ലേ അബൂജഹലും വിശ്വസിച്ചത്? അബൂജഹൽ ഈ വിശ്വാസത്തിലല്ലേ ലാത്തക്കും മുസക്കും ഇബാദത്തെടുത്തത്? അപ്പോൾ ആ നിലക്കുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമൊക്കെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്നതെങ്കിൽ അബൂജഹൽ ചെയ്തത് ശിർക്കായതുപോലെ, അത് അള്ളാഹ് ഇബാദത്തായി കണക്കാക്കിയതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ നിങ്ങൾ ചെയ്യുന്നതും ഇബാദത്താണ്, ശിർക്കാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഇബാദത്തല്ല. അവൻ അത് പരിഗണിക്കുകയുമില്ല എന്നത് വേറെ കാര്യം. പരിഗണിച്ചോ പരിഗണിച്ചില്ലേ എന്നതല്ല, ഇബാദത്താകുമോ ഇല്ലേ എന്നതാണ് പ്രശ്നം. ഇനി സുഹൃത്തുക്കളെ, ഈ വിദണ്ഡവാദത്തിന് ശേഷം അയാൾ പിന്നെ പറയുന്നത് എന്താണെന്നോ? മുഹമ്മദ് നബിയെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, അതൊന്നും അള്ളാഹനെ ബഹുമാനിക്കുന്നത് പോലെയല്ല. പിന്നെയോ അള്ളാഹു കൊടുക്കുന്നവനാണ്, മുഹമ്മദ് നബി സപ്ലൈ ചെയ്യുന്ന സപ്ലയർ മാത്രമാണ്. അതൊന്ന് കേട്ടോളൂ. മുപ്പര പുത്തൻവാദങ്ങൾ ഓരോന്നോരോന്നായി കടവത്തൂരിന്റെ മണ്ണിൽ വന്നിട്ട് അയാൾ പുലമ്പിയിരിക്കുകയാണ്. കേൾക്കണം നിങ്ങളതൊക്കെ. ഓർക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയത്തെയും സഹാബത്ത് ബഹുമാനിച്ചു, ആദരിച്ചു. പക്ഷേ ആ ബഹുമാനം അള്ളാഹനെ ബഹുമാനിക്കും പോലെ അല്ല.
അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കാരണം എല്ലാ ഗുണത്തിന്റെയും സൃഷ്ടാവ്, എല്ലാ ഗുണവും കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്ന് തന്നെ പറഞ്ഞു, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു ഹുവൽ മുഅ്തി. ഞാൻ വിതരണം ചെയ്യുന്നവൻ മാത്രമാണ്, യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ഞാൻ സപ്ലൈ ചെയ്യുന്നവനാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ വിളിക്കാറുണ്ട്, നബിയോട് അപേക്ഷ സമർപ്പിക്കാറുണ്ട്. അത് സപ്ലൈ ചെയ്യുന്ന വ്യക്തി, വിതരണം ചെയ്യുന്ന വ്യക്തി എന്ന നിലക്കാണ്. വാസ്തവത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പരസ്പരം അപേക്ഷിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. കഴിവിൽപ്പെട്ട കാര്യങ്ങൾ കിട്ടിയാൽ മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യാറുമുണ്ട്. അതിന് നബിയാകണമെന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നബി സപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ച് റസൂലിന്റെ ഖബറുകൾ പോയിക്കൊണ്ടോ അല്ലാതെയോ നബിയോട് അപേക്ഷിച്ചാൽ, നബിയോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. അബൂജഹലും പറഞ്ഞത് ഇതന്നല്ലേ, ലാത്തയും ഉസ്സയും കൊടുക്കുന്നവരാണ്, സ്വയം കഴിവുള്ളവരാണെന്ന് പറഞ്ഞോ? ഇല്ല, അള്ളാഹുവിങ്കിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നവരാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് ശുപാർശ ചെയ്തിട്ട് വല്ലതും കിട്ടിയാൽ അത് അബൂജഹലിനെ പോലെയുള്ള ആരാധകന്മാർക്ക് സപ്ലൈ ചെയ്യുന്നവരാണ്. അതല്ലേ ഇപ്പൊ തെൽബിയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. വാസ്തവത്തിൽ അബൂജഹൽ എന്തുകൊണ്ട് മുശ്രിക്കായി എന്ന വിഷയം ശരിക്കു പഠിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിലെ തൗഹീദ് നമുക്ക് മനസ്സിലാകുന്നത്. ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നമാ തൻഖുൽ ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ജാഹിലിയ വിശ്വാസങ്ങള്, ആചാരങ്ങള് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാള് ഇസ്ലാമിക സമുദായത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം അത് കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ മാത്രമാണ് ഏത് വിശ്വാസങ്ങളെയാണ് ഇസ്ലാം തുടച്ചു നീക്കിയത്, ഏത് വിശ്വാസങ്ങളെയാണ് ഇസ്ലാം സ്ഥാപിച്ചത്, ഏത് ആചാരങ്ങളെയാണ് ഇസ്ലാം ഇല്ലായ്മ ചെയ്തത്, ഏത് ആചാരങ്ങളെയാണ് ഇസ്ലാം പുനഃസ്ഥാപിച്ചത് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഹസ്രത്ത് ഉമർ ഫാറൂഖ് പറഞ്ഞതിന്റെ പൊരുൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം തൗഹീദ് പഠിപ്പിക്കുമ്പോൾ ആദ്യകാലം മുതൽക്കു തന്നെ ജാഹിലിയ അറബികളുടെ വിശ്വാസങ്ങൾ, ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്ക മുശ്രിക്കുകളുടെ വിശ്വാസങ്ങൾ ജനങ്ങളോട് ഓർമ്മപ്പെടുത്തി കൊടുത്തു. ഇപ്പോഴും അത് ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരർത്ഥത്തിൽ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുസ്ലിയാർ ഇവിടെ പറയുന്നത് ഞങ്ങൾ നബിയോട് ചോദിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിന്റെ സന്നിധിയിൽ നിന്ന് സഹാബത്ത് ചോദിച്ചതിനെ പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ തർക്കമില്ല, നബിയോട് അവർ ചോദിച്ചിട്ടുണ്ട്, പലതും നബി സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ റസൂലിൽ നിന്ന് അകന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ദൂരസ്ഥലങ്ങളിൽ വെച്ച് അവർക്ക് എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടായപ്പോ അവർ റസൂലിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അമ്മാർ ഇബ്നു യാസിറും യാത്ര പോകുന്നു. അവിടെ വെച്ച് അവർക്ക് ജനാബത്തുണ്ടായി, കുളിക്കാൻ വെള്ളം കിട്ടിയില്ല. എന്താ ചെയ്തത്? മൃഗം കടന്നുരുളുന്നത് പോലെ ഞാൻ മണ്ണിൽ കടന്നുരുണ്ടു. കാരണം ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലം കൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്യണമെന്നേ ആയത്തുള്ളൂ, വിശദീകരണം കേട്ടിട്ടില്ല. ദൂരസ്ഥലത്ത് റസൂലെ തയമ്മം എന്ന് പറഞ്ഞു തരീന്ന് പറഞ്ഞില്ല. കാരണം അവർക്കറിയാം റസൂലിനെ ദൂരസ്ഥലത്ത് വിളിച്ചാൽ കേൾക്കൂല എന്ന്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം റസൂലുള്ളാന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ റസൂല് പറഞ്ഞു, അമ്മാറേ നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് റസൂലുള്ള നിലത്തൊന്ന് കൈയടിച്ചു. എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലതേ കൈപ്പെടും, വലത് കൈ കൊണ്ട് ഇടതേ കൈപ്പെടും, അതുപോലെ മുഖവും തടവി. ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ അനവധി നിരവധി സംഭവങ്ങൾ എന്തെങ്കിലും മസ്അലകളെ സംബന്ധിച്ച് അവർക്ക് ചോദിക്കേണ്ടി വന്നാൽ അവർ നബിയുടെ അടുത്തേക്ക് നേരിട്ട് പോവുകയായിരുന്നു പതിവ്. മക്കയിൽ ജീവിക്കുന്ന ഒരു സഹാബി, അയാൾ കല്യാണം കഴിച്ച് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു, ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിനക്കും നിന്റെ ഭാര്യക്കും ഞാൻ മുല തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മുലകുടി ബന്ധത്തിലെ സഹോദരന്മാരാണ്. അദ്ദേഹം വേഗം മക്കയിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ ഉണ്ട് മദീനയിലേക്ക്. വാഹനം മൃഗത്തിന്റെ പുറത്തു കയറി മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. റസൂല് പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞില്ലേ, നിവൃത്തിയില്ല, ബന്ധം വേർപെടുത്തുക തന്നെ വേണം. കണ്ടോ, അയാൾ വേറെ കല്യാണം കഴിച്ചു. മക്കത്ത് നിന്ന് വിളിച്ചാ പോരെ, റസൂലിനെ കേൾക്കുമെന്നുണ്ടെങ്കിൽ. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരസ്ഥലത്തു നിന്നുള്ള ആളുകളുടെ വിളികൾ കേൾക്കാനോ അതിനുത്തരം ചെയ്യാനോ ഉള്ള കഴിവ് ജീവിച്ചിരിക്കുന്ന കാലത്തോ മരണത്തിന് ശേഷമോ കൊടുത്തിട്ടില്ല. ബർസഖി ലോകത്തിരുന്നിട്ട് ആളുകൾക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റസൂൽ എന്നാണ്
മുസ്ലിയാർ ഇവിടെ പറയുന്നത് ഇന്നമാന ഖാസിമും വല്ലാഹു യുഅതി വല്ലാഹുൽ മുഅതി എന്ന് പറഞ്ഞത് മരണാനന്തരവും അള്ളാഹുവിന്റെ റസൂൽ മുഅ്ജിസത്തും കറാമത്തും വിതരണം ചെയ്യുമെന്നല്ല അതിന്റെ അർത്ഥം. അതെല്ലാം പേരോട് മുസ്ലിയാർ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്.